നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അമ്മയ്ക്ക് പെട്ടെന്നുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. അതങ്ങ് ശരിയായിക്കോളൂ. ശ്യാമേ, നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അപ്പോഴേക്ക് ഇന്ദ്രേട്ടൻ വരും. ശരി. അമ്മ അവരോട് മോശമായിട്ട് സംസാരിക്കണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയക്കാരാ. അവര് വിചാരിച്ച അമ്മയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ പറ്റും. പിന്നെ അതിന് ഞാൻ എന്റെ ചരിത്രവും ജാതവും ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അവരുടെ ക്യാമറയ്ക്ക് മുമ്പ് ഞാൻ നിൽക്കാനും പോകുന്നില്ല. പിന്നെന്താ? അമ്മ നിക്കണോന്നല്ല, ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ അമ്മയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അവര് വന്നത് ഇന്ദ്രേട്ടന്റെ ഏട്ടത്തിയുടെയും ഇന്റർവ്യൂ എടുക്കാനാണ്. ശരി ഇന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞോളാം. സത്യനെ ഇന്ദ്രേട്ടൻ വിളിക്കൂലല്ലേ? ഓക്കെ. ഇല്ല ഇന്ദ്രേട്ട, കുഴപ്പമൊന്നുമില്ല. അവര് ഹാപ്പിയാ. ശരി, ആയിക്കോട്ടെ. എന്താ ശ്യാമേട്ടാ, ഇന്ദ്രേട്ടൻ എന്തിനാ വിളിച്ചേ? അവര് ഓൺലൈനിലെ പല പ്രോഗ്രാമും ചെയ്യുന്നവരാ. അമ്പലത്തിൽ വെച്ച് അവരെടുത്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ വൈറലായതുകൊണ്ട് അത് ബേസ് ചെയ്തൊരു സ്റ്റോറി ചെയ്യാൻ അവർ വന്നത്. സ്റ്റോറി എന്ന് വെച്ചാ ഈ കുടുംബത്തിന്റെ കഥ മുഴുവൻ പറയേണ്ടി വരില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് ഇന്ദ്രേട്ടനും അനുചേച്ചിയും ഡിവോഴ്സിലേക്ക് പോയതിനെ കുറിച്ചും വീണ്ടും അവർ ഒരുമിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ചും മാത്രമേ അവർക്കറിയണ്ടൂ. അതിൽ വിച്ചുമോന്റെ പങ്കായിരിക്കും അവർ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന റോളും. കണ്ടോ, ഇതെന്നെ കരുതേച്ച് കാണിക്കാൻ എന്റെ മകനും മരുമകളും കൂടി കരുത്തിക്കുട്ടി ചെയ്ത പണിയാ. ഇതിനൊക്കെ ഞാൻ നിന്നു കൊടുക്കുന്ന ആരും വിചാരിക്കണ്ട. അവർക്ക് തൽക്കാലം അമ്മയെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അമ്പലത്തിൽ വെച്ച് ഇന്ദ്രേട്ടനെ അനുസരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് അവരും കണ്ടതാ. അല്ല, ഇതൊരു പോസിറ്റീവ് മൂഡിലുള്ള പ്രോഗ്രാമാ. ചില കുടുംബങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സന്തോഷങ്ങൾ മാത്രമേ ഇവരെടുക്കാറുള്ളൂ. അതുകൊണ്ട് ധൈര്യമായി എല്ലാവർക്കും പങ്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലമ്മേ. ഇതൊക്കെ ഒരു സന്തോഷല്ലേ. ഇന്ദ്രേട്ടനെ എപ്പോ വരും ശ്യാമേട്ടാ? അത് ഇന്ദ്രേട്ടൻ വിച്ചുമോനെയും കൂടി ഉടനെ എത്തും. അപ്പോഴേക്കും സത്യനും വരും. നീ പ്രതിഭയോടും കൂടി റെഡിയാവാൻ പറ, പെട്ടെന്നാവട്ടെ. ശരി ശ്യാമേട്ടാ. അമ്മ റെഡിയാവും. ഇന്ദ്രേട്ടനും ഏട്ടത്തി ഒന്നായതിൽ ഒരു പ്രശ്നം ഇല്ലാത്ത മട്ടിൽ വേണം അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ. എടി, ചിരിച്ച് കളിച്ച് നിന്നിട്ട് അവസാനം അവൾ എനിക്ക് പണി തരുവോ? ഞാൻ കാരണമാണ് അവളും ഇന്ദ്രനും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചതെന്നെങ്ങാനും അവള് വിളിച്ചു പറഞ്ഞ. അങ്ങനെയൊന്നും ഏട്ടത്തി ഒരിക്കലും ചെയ്യില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അമ്മയ്ക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ. ഓ ശരി. ഇന്ദ്രേട്ടനായിരുന്നോ? വാ, കേറിയിരിക്കെ. അമ്പിളി ചേച്ചി വിച്ചുമോനെ ഡ്രസ് ചെയ്യിക്കുക. ഇരിക്കാൻ ടൈമില്ല ചീരു, അവരവിടെ വെയിറ്റിംഗില്ല. അതാ ഞാൻ വിളിച്ചിട്ട് വന്നത്. ഇന്ദ്രേട്ടൻ വിളിക്കുമ്പോ ലച്ചും വിച്ചുമോനും മുറ്റത്ത് നിന്ന് കളിക്കായിരുന്നു. രണ്ടാളും ഒരുമിച്ച് കൂടിയാലുള്ള കാര്യം അറിയാലോ. ആകെ ചെളിയും മണ്ണും ഒക്കെ ആയിട്ട്. പിന്നെ അപ്പൊ തന്നെ ആ ചേച്ചി അവനെ എടുത്തുകൊണ്ടേ കുളിപ്പിച്ചു. എന്നാലും നന്നായി, ഫ്രഷ് ആയിട്ട് അവിടെ ചെല്ലാലോ. ഒരു മിനിറ്റ്. ഞാൻ ദാ ഇവിടെ വീട്ടിലെത്തിയതേ ഉള്ളൂ. അമ്പിളി ചേച്ചി. വരും. ഞാൻ ദാ കൂട്ടിയിട്ട് വരാം. ഇപ്പൊ തന്നെ വരും. ഞാൻ വിളിക്കാം. ഓൺലൈനിൽ വന്ന ഫോട്ടോ ഞങ്ങളും കണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ഇന്റർവ്യൂ കൊടുക്കാനൊക്കെ അമ്മ സമ്മതിക്കും കേട്ടാ. അമ്മയെ അല്ലല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്, ഞങ്ങളെ അല്ലേ? അതെ, എന്നാലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ട ചീരു. ഇതൊക്കെ അതിന്റെ തുടക്കമായിട്ട് കണ്ടാ മതി. വന്നല്ലോ. അച്ഛൻ വന്നപ്പോഴേ തലമുടി ചീകാൻ പോലും വിടാതെ ചാടി പോവാൻ നോക്ക. സാരമില്ല, ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യാം. അല്ലടാ, നീ കഴിച്ചോടാ വിച്ചുമോനെ? വിച്ചുമോനായിരിക്കും ഇന്നത്തെ ഹീറോ. ടാറ്റ പറ.
ടാറ്റ കൊടുത്തേ. ടാറ്റാ. ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പോവാം മോനെ. ആ വിശുമോനെ, മോൻ ദേ ഇവിടെ ഒന്നോ. ആ അങ്ങനെ. ആ മക്കള് ടാറ്റ കൊടു, ടാറ്റ കൊടു. ആ മോനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഇന്ദ്രേട്ടാ? പിന്നെന്താ, ഇവനിതിലേക്ക് എക്സ്പേർട്ടാ അല്ലടാ. അല്ലേ വിശുമോനെ? സൂക്ഷിച്ചു പോയി ഇന്ദ്ര. ശരി എന്നാ ടാറ്റ കൊടുത്തേ മോനെ. ആഹാ പോവാം. എന്തൊരു വെയില. ഇന്ദ്രേട്ടന്റെ മാറ്റം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. പണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ദ്രേട്ടൻ തയ്യാറാവുമായിരുന്നോ? അതും വീട്ടിൽ വെച്ച ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നു. അവിടെ വെച്ചേ അമ്മായിയമ്മയ്ക്കെതിരെയുള്ള ചോദ്യങ്ങളൊന്നും വരാതിരുന്നാ കൊള്ളാം. ദയേ, നീ എന്താ ഇന്ദ്രേട്ടൻ വന്നിട്ട് അങ്ങോട്ട് വരാതിരുന്നേ? ഓ, ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് കയറിയില്ലല്ലോ. പുറത്തുനിന്ന് വിച്ചുകൂട്ടനെ വിളിച്ചോണ്ട് പോയതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണോ നീ ഇന്ദ്രേട്ടനെ കാണാൻ കൂട്ടാക്കാതിരുന്നത്? എന്നല്ല, അമ്പിളി ചേച്ചി ഞാനും ഒക്കെ എപ്പോഴും ഇവിടെ തന്നെയാണെന്ന് ഇന്ദ്രേട്ടന് തോന്നണ്ടല്ലോ. ഇന്ദ്രൻ അങ്ങനെ തോന്നിയാൽ എന്താ ദേ കുഴപ്പം? ഇത് നമ്മുടെ അച്ഛൻ വാങ്ങിയ വീടാ. അച്ഛന്റെ മക്കൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അതൊക്കെ ശരിയാ. എന്നാലും അനുചേച്ചിയുടെ പേരിലല്ലേ ഈ വീടുള്ളത്. ചേച്ചി ഇവിടുന്ന് പോയ ചാൻസേ നമ്മളെല്ലാവരും കൂടി ഈ വീട് സ്വന്തമാക്കാനാണോ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നെന്ന് ഇന്ദ്രേട്ടൻ പോയി അനുചേച്ചിയോട് ചോദിച്ചാലോ? എന്റെ ദയേ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇന്ദ്രേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളല്ല. പിന്നെ ഇനി അഥവാ ചോദിച്ച അമ്പിളി ചേച്ചി ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് അച്ഛന്റെ വീടാണെന്ന് തന്നെയായിരിക്കും അനുചേച്ചിയുടെ മറുപടി. അപ്പോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം അല്ലേ? അമ്പിളി ചേച്ചി രഘുവേട്ടനും ദാസങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല അല്ല, നിനക്കിപ്പോ എന്താ ദേ ശരിക്കും അറിയേണ്ടത്? നീ ശബരിയോടൊപ്പം രാവിലെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ. എന്താ ദയേ, നിനക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശബരിയേട്ടന്റെ വീട്ടിൽ തുടരാൻ യാതൊരു താല്പര്യവുമില്ല. അവിടെയുള്ളവരുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. ശബരിയേട്ടന്റെ ചേട്ടനും ഈ മാസം ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ പോവാ. എല്ലാം കൂടി അവിടെ ഒരു ബഹളായിരിക്കും.